നമസ്കാരം. ദിവസവും പെൺകുട്ടികളുടെ നേരെ നിരവധി അതിക്രമങ്ങളാണ് നടക്കുന്നത്. ലോകത്ത് ഒരിടത്തും പെൺകുട്ടികൾ സുരക്ഷിതരല്ലെന്ന് തോന്നുന്ന വാർത്തകളാണ് വരുന്നത്. എന്തിനേറെ പറയുന്നു, സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല. നിരവധി പീഡനങ്ങളാണ് പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. ലൈംഗികമായി പീഡിപ്പിച്ച പിതാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് പെൺമക്കൾ. പാകിസ്ഥാനിലെ ലാഹോറിലാണ് സംഭവം നടന്നത്. ലാഹോറിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള ഗുജ്റൻവാലയിൽ താമസിച്ചിരുന്ന അലി അക്ബർ ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അലിയുടെ 12ഉം 15ഉം വയസ്സുള്ള പെൺമക്കളെ പോലീസ് പിടികൂടിയിരുന്നു. അലി അക്ബർ 3 തവണ വിവാഹം കഴിച്ചിരുന്നു. ഈ 3 ഭാര്യമാരിലായി 10 കുട്ടികളുണ്ട്. അക്ബറിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചിരുന്നു. മറ്റു ഭാര്യമാരും കുട്ടികളും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. 2ാം ഭാര്യയിലെ പെൺമക്കളെയാണ് ഇയാൾ പീഡിപ്പിച്ചിരുന്നത്. 1 വർഷമായി മൂത്ത കുട്ടിയെ ഇയാൾ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു. 2ാമത്തെ മകളെ 2 തവണ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇയാളെ തടയാൻ ഭാര്യമാർ ശ്രമിച്ചില്ല. അലി അക്ബർ രാത്രി ഉറങ്ങിക്കിടക്കവേ ബൈക്കിൽ നിന്ന് പെട്രോൾ എടുത്ത് പിതാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളെയും കസ്റ്റഡിയിലെടുത്തപ്പോൾ ലൈംഗിക അതിക്രമത്തിൽ മനംനൊന്താണ് കൊലപാതകം നടത്തിയതെന്നാണ് പെൺകുട്ടികൾ വെളിപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളാണ്. നിർബന്ധിച്ച് മതം മാറ്റി പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നു. മതിയായ വിദ്യാഭ്യാസം നേടാൻ അനുവദിക്കുന്നില്ല. ഭർത്തൃവീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ പീഡനങ്ങൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പീഡനങ്ങളാണ് പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്നത്. രാജ്യത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നിരവധി അതിക്രമങ്ങളാണ് നടന്നു വരുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം ഇതിനെല്ലാം നേരെ കണ്ണടക്കുകയാണ്. ബാലവിവാഹങ്ങൾ പാകിസ്ഥാനിൽ തുടർക്കഥയാണ്. രാജ്യത്ത് പെൺകുട്ടികൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കൂടാതെ രാജ്യത്ത് മൺസൂൺ വധുക്കൾ കൂടുന്നുവെന്ന വാർത്ത ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. എന്താണ് മൺസൂൺ വധുക്കൾ എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ മൺസൂൺ കാലത്തിലേക്ക് നീങ്ങുമ്പോൾ മഴക്കെടുതിയിൽ നിർധനരായ കർഷക കുടുംബങ്ങളെ വരവേൽക്കുന്നത് കൊടും പട്ടിണിയാണ്. പണത്തിനായി പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ വിവാഹം ചെയ്യുക എന്നതാണ് ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ ഇവർ കണ്ടെത്തുന്ന മാർഗം. കാലാവസ്ഥ പ്രേരിതമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് പാകിസ്ഥാനിൽ ശൈശവ വിവാഹം വർദ്ധിക്കുന്നതിന് പ്രധാനമായും കാരണമാകുന്നത്. 2022 പാകിസ്ഥാനിലെ ദാദു ജില്ലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം ഗ്രാമങ്ങളിൽ ശൈശവ വിവാഹം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന പണത്തിനു വേണ്ടിയാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. മതിയായ തൊഴിലവസരങ്ങൾ പാകിസ്ഥാനിൽ ഇല്ലാത്തതുകൊണ്ട് എയർ ഹോസ്റ്റസുമാർ ഒളിച്ചോടുന്നുവെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. രാജ്യത്ത് സ്ത്രീകളുടെ ജീവിത നിലവാരം കുറയുകയും മോശമാവുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവ നിരന്തരം നിഷേധിക്കപ്പെടുന്നു. 2023 കണക്കനുസരിച്ച് സ്ത്രീകൾ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മതപരമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 64% 30 വയസ്സിന് താഴെയുള്ളവരാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ, ബലാത്സംഗം, കൊലപാതകം, ആസിഡാക്രമണങ്ങൾ, ഗാർഹിക പീഡനം, നിർബന്ധിത വിവാഹം എന്നിവയുൾപ്പെടെ പാകിസ്ഥാനിലുടനീളം വ്യാപകമാണ്. ഇവയ്ക്ക് പുറമെ രാജ്യത്തുടനീളം ദുരഭിമാന കൊലയും നടക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.